പേടിക്കുക എന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പെട്ടെന്ന് പാനിക് ആവല്ലോ, പരീക്ഷ വന്നാലും സ്ട്രെസ് എടുത്താലും ഹെവി ലോഡ് വന്നാലും. അതൊക്കെ അങ്ങ് ഫേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് റിസൾട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ആണെന്ന് മനസ്സിലാവും. രാജ്യത്തെ പിടിച്ചു കുലുക്കിയ നീറ്റ് പരീക്ഷ എന്തായാലും ആദ്യത്തെ പരീക്ഷ ക്യാൻസൽ ചെയ്തു, രണ്ടാമത്തെ പരീക്ഷ നടന്നു. അതിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 1ാം റാങ്ക് കിട്ടിയിരിക്കുന്നത് ദേശീയ തലത്തിൽ 89ാം റാങ്കുകാരനായ നീരജിനാണ്. നീരജ് കൊല്ലം സ്വദേശിയാണ്. നീരജും കുടുംബവും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നീരജിനോട് തന്നെ ആ ഒരു സന്തോഷം ചോദിക്കാം. ആദ്യ 100 റാങ്കിൽ, ദേശീയ തലത്തിലെ ആദ്യ 100 റാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക വിദ്യാർത്ഥി കൂടിയാണ് നീരജ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? പ്ലസ് ടു കഴിഞ്ഞ ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ ഒരു എക്സാം എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഉള്ളിൻ്റെ ഹെൽപ്പോടുകൂടി അത് നല്ലോണം എഴുതാൻ പറ്റി. ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഫസ്റ്റ് റാങ്കുകാരനാണ്. സന്തോഷമുണ്ടായത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അങ്ങനെ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ എന്താണ് തോന്നുന്നത്? അത് ദൈവത്തിൻ്റെ സഹായവും വീട്ടുകാരുടെ സഹായവും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കിട്ടിയൊരു നേട്ടമായിട്ട് കണക്കാക്കുന്നത്. പാലയിലാണ് പഠിച്ചത് അല്ലേ? ബ്രില്യൻസിലാണെന്ന് തോന്നുന്നു. യെസ്, ബ്രില്യൻ പാലയുടെ നല്ലൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. മാന്നാനത്താണ് പഠിച്ചത്. അവിടുത്തെ ഫാദറും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു പഠിക്കാനൊക്കെ. നല്ല അറ്റ്മോസ്ഫിയർ തരും. കേരളത്തിൽ അത് നോക്കുകയാണെങ്കിൽ ആദ്യ 100 റാങ്കുകളിൽ ഒരേ ഒരാൾ കേരളത്തിൽ നിന്നുള്ള ഏക വിദ്യാർത്ഥി കൂടി നീരജാണ്. അതിൽ നല്ല സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് ആകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല, നല്ലൊരു റാങ്ക് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. സാധാരണ ഇതിപ്പോൾ നമ്മൾ നല്ല റാങ്കൊക്കെ വരുന്നവരടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെയാണ് നമ്മൾ അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നത്? എയിംസിൽ തന്നെയാണോ? ഡൽഹി എയിംസ് ആണോ? അതെ, ഡൽഹി എയിംസ് ആണ് കൊച്ചിയിലെ ഒരു ആഗ്രഹം. എപ്പോഴാണ് ഡോക്ടർ ആവുന്ന ഒരു ആഗ്രഹം ഉണ്ടായത്? എപ്പോഴായിരുന്നു? കൊച്ചിയിലുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് അത് ഇച്ചിരി വലുതായി തോന്നിയത്. അപ്പോഴാണ് പിന്നെ ഫൗണ്ടേഷൻ കോച്ചിങ് പ്രോഗ്രാം എടുക്കണമെന്ന് വിചാരിച്ചത്. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? എങ്ങനെയായിരുന്നു? 2 വർഷം ആയിരുന്നു പ്രിപ്പറേഷൻസ്. പ്ലസ് 1 പ്ലസ് 2 മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ പ്രിപ്പറേഷൻ ടൈം? എങ്ങനെയായിരുന്നു? ഇനി വരുന്ന കുട്ടികളോട് എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് പറഞ്ഞ്? പേടിക്കുക എന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പെട്ടെന്ന് പാനിക് ആവല്ലോ, പരീക്ഷ വന്നാലും സ്ട്രെസ് എടുത്താലും ഹെവി ലോഡ് വന്നാലും. അതൊക്കെ അങ്ങ് ഫേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് റിസൾട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ആണെന്ന് മനസ്സിലാവും. ഈ ആദ്യത്തെ പരീക്ഷ ക്യാൻസൽ ചെയ്ത ശേഷം രണ്ടാമത്തെ പരീക്ഷയാണ് നടന്നത്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ എന്ത് തോന്നി? ആദ്യമൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെയാണതൊരു ചെറിയ സന്തോഷം. പിന്നെ ഫ്രണ്ട്സ് എല്ലാം വിളിച്ച് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു അറ്റംപ്റ്റ് കൂടെ കിട്ടുമല്ലേ, നമുക്കിത് ഒരുമിച്ച് അങ്ങ് എടുക്കാം. ആദ്യത്തെ പരീക്ഷയായിരുന്നു രണ്ടാമത്തെ പരീക്ഷയായിരുന്നു കമ്പാരിറ്റീവ്ലി എളുപ്പം? ഫസ്റ്റ് എക്സാം ആയിരുന്നു എളുപ്പം. ഫസ്റ്റ് എക്സാം എളുപ്പമായിട്ട് തന്നെ കുറച്ച് മിസ്റ്റേക്സ് അവിടെ ഇവിടെ നമുക്ക് എല്ലാവർക്കും പറ്റിയായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കിക്കൊണ്ട് ബാച്ചപ്പ് ചെയ്യാൻ രണ്ടാമത്തെ എക്സാമിൻ്റെ അവസരം കിട്ടിയല്ലേ? അങ്ങനെയും പറയാം. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരുടെ അപ്പോൾ മിസ്റ്റേക്സ് എല്ലാം ക്ലിയർ ചെയ്ത് സെക്കൻഡ് എക്സാം എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും കുടുംബം എല്ലാവരും ഉണ്ട്. എന്താണ് പറയാനുള്ളത്? എന്താണ് ഭയങ്കര ഒരു വലിയ നേട്ടത്തിൽ നിൽക്കുകയാണ് മകൻ. അവൻ്റെ കഠിനാധ്വാനവും ദൈവത്തിൻ്റെ കൂടെയും പിന്നെ മാന്നാനം സ്കൂളിലെ അച്ഛൻ മുല്ലശ്ശേരി അച്ഛൻ പല ബ്രില്യൻ്റെ സഹായവും കൂടെ ചേർന്നാണ് ഇനി അസ്ലഫ് വിജയം കൈവരിക്കാൻ സാധിച്ചത്. എന്ത് തോന്നുന്നു? മകൻ വലിയൊരു നേട്ടത്തിൽ നിൽക്കുകയാണ്. നീരജിൻ്റെ അമ്മ സന്തോഷം, അഭിമാനം, സന്തോഷം. ശരി, അവിടെ നീരജിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനും ചേട്ടനും ഉണ്ട്. എന്ത് തോന്നുന്നു അമ്മമ്മ? കുഞ്ഞുനാൾ പോലെ അവരെ കൊണ്ടായിരുന്നു പഠിപ്പിച്ച് ഇങ്ങനൊരു സന്തോഷം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അവർ 2 വർഷം അവിടെ സ്ഥിരം താമസിച്ചാൽ ഇത് പഠിച്ചിട്ട് അതിൽ വലിയ സന്തോഷമുണ്ട്. MBBS സ്റ്റുഡൻ്റ് ആണ് നീരജിൻ്റെ ചേട്ടൻ അല്ലേ? ഓക്കെ, അനിയൻ വലിയൊരു നേട്ടത്തിൽ നിൽക്കുകയാണ്. നല്ല സന്തോഷമുണ്ട്. ഫസ്റ്റ് ചാൻസ് തന്നെ എയിംസിൽ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കാൻ കിട്ടാൻ സന്തോഷമുണ്ട്. പിന്നെ 2 വർഷം അവിടെ പോയി പാടുപെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. എന്തായാലും കുടുംബം വലിയ സന്തോഷത്തിലാണ്. മാത്രമല്ല നീരജും വലിയ സന്തോഷത്തിലാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കുക എന്ന് പറയുന്നത് അത് ചെറിയ ഒരു നേട്ടമല്ല. കേരളത്തിൽ തന്നെ 100 പേരിൽ ആദ്യ 100 പേരിൽ കേരളത്തിൽ ഉള്ള ഏക വിദ്യാർത്ഥി കൂടിയാണ് നീരജ്. എന്തായാലും കുടുംബവും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. എയിംസിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമാണ്, ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ്. എന്തായാലും ആഗ്രഹത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് നീരജിനെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എല്ലാവിധ ആശംസകളും റിപ്പോർട്ടറും നീരജിനും കുടുംബത്തിനും നേരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.